ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഹാർഡ്വെയർ, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാർഡ്വെയർസ് എന്താണ്, അങ്ങനത്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ. എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണെന്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ്, ഒരു 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 ഫങ്ഷനാണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സോഫ്റ്റ്വെയറിൻ്റെ വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടാസ്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് എന്ത് സോഫ്റ്റ്വെയറിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഇനി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറയേണ്ടത് സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. Software is a set of instructions or data or programs are used to operate computers and execute specific tasks. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഈസ് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, കുറച്ച് പ്രോഗ്രാംസ് എന്തൊരു കമ്പ്യൂട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നതിന് പറഞ്ഞ പേരാണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ ടാസ്ക് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ടാസ്ക്, എന്താണ് ടാസ്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് സോഫ്റ്റ്വെയറിൻ്റെ കടമ. അടുത്ത പോയിന്റ് പറഞ്ഞ ഓപ്പോസിറ്റ് ഓഫ് ഹാർഡ്വെയർ വിച്ച് ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് കമ്പ്യൂട്ടർ. സോഫ്റ്റ്വെയർ ഈസ് ജനറിക് ടേം യൂസ്ഡ് ടു റിഫർ ടു ആപ്ലിക്കേഷൻ സ്ക്രിപ്റ്റ് പ്രോഗ്രാം ദാറ്റ് റൺ ഓൺ എ ഡിവൈസ്. അപ്പോൾ ഹാർഡ്വെയറിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ നമുക്ക് എന്ത് ചെയ്യാം, ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ, അപ്പോൾ ഒരു പ്രിൻ്റർ ആണെങ്കിൽ അതിന് ടച്ച് ചെയ്യുക, ഒരു സ്കാനർ ആണെങ്കിൽ അതിൻ്റെ ഡോർ നമുക്ക് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഒരു മൗസ് ആണെങ്കിൽ നീക്കുക, കീബോർഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. പക്ഷെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റില്ല, അത് ഉള്ളിലായിരിക്കും. അതായത് ഇപ്പോൾ മനുഷ്യനുള്ളിൽ ഹൃദയം എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല, അതുപോലെ ഉള്ളിലുള്ള സാധനമാണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യും. ആ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പറഞ്ഞ പേരാണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ ഫോണായാലും ഫോണിന് എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോണിൻ്റെ ഉള്ളിൽ ഓൾറെഡി എന്തുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സോഫ്റ്റ്വെയർ. ഈ ഫോൺ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ക്യാൻ ബി തോട്ട് ഓഫ് ആസ് ദ വേരിയബിൾ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഹാർഡ്വെയർ ആർ ഇൻവാരിയബിൾ പാർട്ട്. ഹാർഡ്വെയർ എന്താണ് ഈ ഇൻവാരിയബിൾ പാർട്ട്. ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് മൗസ് കൊണ്ടൊരു ഓപ്പറേഷൻസ് മാത്രം മതി, കീബോർഡ് വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ത് ഇൻബിൽഡ് കീബോർഡ്, സ്ക്രീനിൽ വരുന്ന കീബോർഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഹാർഡ്വെയർ ഇൻവാരിയബിൾ പാർട്ടാണ്, നിർബന്ധമല്ല. ഇപ്പോൾ കീബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൗസും അത്യാവശ്യം എന്ത് ചെയ്യുക, ആവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ടച്ചാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൗസ് കൊണ്ട് ടച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം. പക്ഷേ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഒരു ഘടകമാണ്. കാരണം ആ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ആ ഡിവൈസ് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇസ് ടിപ്പിക്കലി സ്റ്റോർഡ് ഓൺ ആൻ എക്സ്റ്റേണൽ ലോങ് മെമ്മറി ഡിവൈസ്. സോഫ്റ്റ്വെയർ എപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മളെ മെമ്മറി ഡിവൈസ് ഹാർഡ് ഡിസ്കിലോ, അല്ലെങ്കിൽ പെൻ ഡ്രൈവിലോ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്കിലോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, ഈ സോഫ്റ്റ്വെയർ ഓൾറെഡി ആദ്യം എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കും. ഈ മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയറിനെ സെറ്റ് ചെയ്ത് വെക്കും. എന്നാലും എന്താ നമുക്ക് ആ സോഫ്റ്റ്വെയർ കിട്ടുള്ളൂ. വെൻ ദ പ്രോഗ്രാമിംഗ് യൂസ് ദ കമ്പ്യൂട്ടർ ഇറ്റ് ഫ്രം ദ സ്റ്റോർ. അപ്പോൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്, ഇപ്പോൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ടാകുമ്പോൾ നമ്മൾ കീ പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ, കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ പാസ് ചെയ്യും സോഫ്റ്റ്വെയറിലോട്ട്, ഇന്നത് ഓണാക്കിയിരിക്കുന്നതിന്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, സ്ക്രീൻ നമുക്ക് ഓണാക്കി തരും. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CPU സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോണിറ്ററിൻ്റെ സ്ക്രീനിലോട്ട് ഇൻഫോർമേഷൻ പോകണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് എന്താ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ മെയിൻലി എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കൽ, നമ്മൾ ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്ത് വെക്കൽ.
പിന്നെ പറയുന്നത് പ്രോസസ് ഓഫ് സ്റ്റോറിംഗ് ദ ആൻഡ് പെർഫോമിങ് ഇൻസ്ട്രക്ഷൻസ് കോൾഡ് റണ്ണിങ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സി പി യുവിൻ്റെ ബട്ടൺ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു ഇൻസ്ട്രക്ഷൻ പോകുന്നുണ്ടാവും മെമ്മറിക്ക്, സി പി യു ഓൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സോഫ്റ്റ്വെയർ എന്താവും, ആ ടാസ്ക് ഏറ്റെടുക്കുന്നു. ആ സി പി യു ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ മോണിറ്റർ ഓൺ ആക്കി ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ആ ടാസ്ക് എന്ത് ചെയ്യും, അപ്പോൾ അതിനാണ് എക്സിക്യൂട്ടിങ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. പറയുന്നത് ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് എന്ത്, റണ്ണിങ് ഓർ എക്സിക്യൂട്ടിങ് എ പ്രോഗ്രാം എന്ന് പറഞ്ഞത്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആണ് സെറ്റ്, ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് മേക്ക് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസാണ് ഉള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും, 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം, അതായത് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനുള്ള ബേസ് സോഫ്റ്റ്വെയർസാണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം ഓഫ് സോഫ്റ്റ്വെയർ ആണ്. പിന്നുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ അപ്ലിക്കേഷൻസ് റൺ ചെയ്യിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് എന്ത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും, പവർ പോയിന്റ് എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. അതായത് ഒരു പർട്ടിക്കുലർ അപ്ലിക്കേഷൻ. ഇപ്പോൾ ബികോം പറയുക ടാലി, ടാലിയിൽ നിങ്ങൾ എന്തെങ്കിലും കണക്കിടുന്ന കൂട്ടിലാണ്, അതായത് ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് അത് ആ പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം സോഫ്റ്റ്വെയർസിലോട്ട് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ. അടുത്ത വാട്ട് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ്സ് ദ പ്രോഗ്രാംസ് ദാറ്റ് ആർ ഡെഡിക്കേറ്റഡ് ടു മാനേജിങ് ദ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ്. അതായത് ഒരു കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർസാണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർ. സച്ച് ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫയൽ മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റീസ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് കൺട്രോൾ ആൻഡ് മാനേജ് ദ ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറുമായിട്ട് കണക്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രിൻ്ററിൽ ഒരു പ്രിൻ്റ് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നടക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കണം ഇവിടുന്ന് ഇങ്ങനെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത്, അതിന് പറഞ്ഞ പേര് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്നൊക്കെ. ഇപ്പോൾ പണ്ട് കുറച്ച് ആൾക്കാർക്ക് യൂസ് ചെയ്തുകൊണ്ടോ ഇല്ലെന്ന് അറിയില്ല. നമ്മൾ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രിൻ്റർ കൊടുക്കുമ്പോൾ പ്രിൻ്ററിന് ഒരു CD കിട്ടും. ആ CD ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, പ്രിൻ്റർ വർക്കാവുള്ളൂ. അതെന്താണ്, ഡിവൈസ് ഡ്രൈവറാണ്. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ട്, ബേസ് ആയിട്ട് എന്തായാലും CPU ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, മൗസ് ഉണ്ട്, ഇതിനൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു എക്സ്ട്രാ ഒരു ഡിവൈസാണ് എന്ത്, പ്രിൻ്റർ. ആ പ്രിൻ്റർ നമ്മളെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അതൊരു ഹാർഡ്വെയർ ആണല്ലേ. ആ ഹാർഡ്വെയർ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ സെറ്റാക്കിയിട്ട് ഒരു പ്രോഗ്രാം കൊടുക്കണം. എന്നാലും എന്ത് ചെയ്യുള്ളൂ, ആ ഹാർഡ്വെയർ നമ്മളെ കമ്പ്യൂട്ടറിൽ വർക്കില്ല. അപ്പോൾ അതിന് പറഞ്ഞ പേരാണ് എന്ത്, ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ടാമത്തത് പറഞ്ഞതാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ വല്ല പ്രിൻ്ററോ സ്കാനറോ അങ്ങനത്തെ വല്ല നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഡയറക്റ്റ് മനസ്സിലാവില്ല എങ്ങനെയാണ് ഇതിപ്പോൾ ഇതാക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, സോഫ്റ്റ്വെയർസാണ് എന്ത്, ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആർ ഡിസൈൻഡ് ടു കൺട്രോൾ ദ ഓപ്പറേഷൻ ആൻഡ് എക്സ്റ്റെൻഡ് ദ പ്രോസസ്സിംഗ് ഫംഗ്ഷനാലിറ്റീസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണാലിറ്റീസിന് വേണ്ടിയിട്ട് ഡിസൈനും അതുപോലെ അതിൻ്റെ കൺട്രോളും. ഇപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ഷെയർ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടോ C ഡ്രൈവ് D ഡ്രൈവ് അങ്ങനെ ഓരോ പാർട്ടീഷൻ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഫങ്ഷണാലിറ്റീസൊക്കെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ വർക്കിങ്ങും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത പോയിന്റ് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ മേക്സ് ദ ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ മോർ ഫാസ്റ്റ്, എഫക്റ്റീവ് ആൻഡ് സെക്യൂർ. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താക്കും, ഒരു കമ്പ്യൂട്ടറിനെ ഫാസ്റ്റായിട്ടും എഫക്റ്റീവായിട്ടും അതുപോലെ സെക്യൂർഡ് ആയിട്ടും എന്ത് പ്രവർത്തിപ്പിക്കും. എക്സാമ്പിളായിട്ട് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ അങ്ങനത്തെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതിന് മുമ്പ് പറഞ്ഞു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരു ഭാഷ, അതാണ് എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബിൽഡപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയുന്ന പോയിന്റ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ടു അതർ സോഫ്റ്റ്വെയർസ്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി വിൻഡോസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ആ സോഫ്റ്റ്വെയർ തന്നെ വേറൊരു സോഫ്റ്റ്വെയർ, ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി ടാലി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ടാലി ഇൻസ്റ്റാൾ ചെയ്യാൻ എങ്ങനെ, ഓട്ടോമാറ്റിക് നിങ്ങൾ ടാലി ഇൻസ്റ്റാൾ ആക്കി എടുക്കും. അപ്പോൾ എന്താണ്, അതിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറൊരു സോഫ്റ്റ്വെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, സഹകരിക്കും. അപ്പോൾ ആ പോയിന്റ് അതാണ് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ടു അതർ സോഫ്റ്റ്വെയർസ്. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, മറ്റുള്ള സോഫ്റ്റ്വെയർസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. എക്സാമ്പിൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആൻറ്റിവൈറസ് അവസ്ഥ ഇല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യുമ്പോൾ അറിയാം. കാരണം ഓൾറെഡി നമ്മൾ വിൻഡോസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻറ്റിവൈറസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്. പിന്നെ there are commonly prepared by the computer manufacturers. The software consists of programs written in low-level language used to interact with the hardware at a very basic level. അതായത് ഞാൻ മുമ്പ് പറഞ്ഞത് എന്തെന്ന്, കമ്പ്യൂട്ടറിന് ഒരു ഭാഷയുള്ളൂ, അതാണ് എന്ത് ലോ ലെവൽ ലാംഗ്വേജ്, അതായത് ബൈനറി ലെവൽ ലാംഗ്വേജ് എന്നും പറയും. 0 and 1. കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും എന്ത് കൊടുത്താലും ഒരു ഇമേജോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ബേസിക്കലി കമ്പ്യൂട്ടർ ലാസ്റ്റ് സ്റ്റെപ്പിൽ അതിലെന്താണ്, അതിനെ ഈ ബൈനറി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്ത് കൊടുത്താലും, ഇപ്പോൾ ഒരു വീഡിയോ ആയാലും ഒരു പിക്ചറായാലും ഒരു ലെറ്റർ ആയാലും എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു ലോ ലെവൽ ലാംഗ്വേജിലോട്ട് എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ആ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ സെർവ്സ് ആസ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ഹാർഡ്വെയർസ് ആൻഡ് ദ എൻഡ് യൂസേഴ്സ്. അതായത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ചെയ്യുന്ന വ്യക്തിയും അതുപോലെ ഹാർഡ്വെയർസും തമ്മിലുള്ള ഒരു കണക്ഷനാണ് എന്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ മൗസ് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാം അല്ലേ, മൗസിൻ്റെ ആരോ കീ അങ്ങോട്ട് പോകുന്നത് കാണാം. ഇല്ലേ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരും എന്താ നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നുള്ളത്. അതേപോലെ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വരും. സ്കാൻ ചെയ്യാൻ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യും. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസാണ്. അതായത് യൂസറിനെയും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർസും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഇൻ്റർഫേസാണ് എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ജസ്റ്റ് എന്താ പറയുന്നത് നോക്കാം. അടുത്തത് സിസ്റ്റം സോഫ്റ്റ്വെയർസിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ക്ലോസർ ടു ദ സിസ്റ്റം. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, സിസ്റ്റത്തിന്, അതായത് കമ്പ്യൂട്ടറിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വേരിയബിളാണ് എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എപ്പോഴും എന്താണ് ലോ ലെവൽ ലാംഗ്വേജ്, അതായത് ബൈനറി ലെവൽ ലാംഗ്വേജിലായിരിക്കും എന്ത് ചെയ്യല്, ബൈനറി ലെവൽ ലാംഗ്വേജിലാണ്. ഒരു മിനിറ്റ്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. എന്തെന്ന് ക്ലോസറിൽ എന്താണ് സിസ്റ്റം എന്താണ് ഈസ് ക്ലോസർ ടു ദ സിസ്റ്റംസ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും അടുത്ത് എടുക്കുന്നത് എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. ജനറൽ ആയിട്ട് ലോ ലെവൽ ലാംഗ്വേജ്, അത് ഞാൻ പറഞ്ഞു. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബൈനറി ലെവൽ ലാംഗ്വേജിലായിരിക്കും എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എല്ലാം റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കാണാനും പറ്റില്ല, നമുക്ക് വായിക്കാനും പറ്റില്ല. ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസൈൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തായാലും ഡിസൈൻ ചെയ്യാൻ, അതായത് പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല. അതായത് ഉണ്ടാക്കണം ഇത് വരുന്ന സമയത്ത് വേറെ വല്ലവരാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ മനസ്സിലാവില്ല. പിന്നെ ഫാസ്റ്റ് ഇൻ സ്പീഡ്, ലെസ് ഇൻറ്ററാക്റ്റീവ്, സ്മോൾ ഇൻ സൈസ്, ഹാർഡ് ടു മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നം. കാരണം നമ്മൾ ഈ ബൈനറി ലെവൽ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷയിൽ നമ്മളൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ച് പ്രയാസമുള്ളതാണ്. അതുകൊണ്ടൊക്കെയാണ് എന്ത് വിൻഡോസൊക്കെ ഇത്ര ഉയരത്തിൽ നിർത്തുന്നത്. അതേപോലെ ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് ഉബുണ്ടൊക്കെ വന്നത്. അപ്പോൾ എന്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് പ്രയാസമാണ്. കാരണം ആ ലോ ലെവൽ ലാംഗ്വേജ് എന്നുള്ള ലാംഗ്വേജ് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഹെൽപ്സ് ഫോർ യു ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഓൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ.
അതായത് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല എക്സ്ട്രാ ഹാർഡ്വെയർ കണക്ട് ചെയ്തിട്ട് ഹാർഡ്വെയർ കണക്ട് ചെയ്തിട്ട് ആ ഹാർഡ്വെയറിനെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വേറെ എക്സ്ട്രാ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, അതായത് ടാലിയാ, പവർ പോയിന്റാ, അങ്ങനത്തെ ഓട്ടോകാഡിന് അങ്ങനത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺട്രോൾ ചെയ്യും. അതാണ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വർക്ക്. രണ്ടാമത് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ BCA പഠിക്കുന്ന കുട്ടികൾ ഡെവലപ്പ് ചെയ്യും. ആപ്പുകളൊക്കെ നിങ്ങളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോം വേറെ ആയിരിക്കും. അതിനൊരു ഒരു 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 ഗ്രാമർ, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഉണ്ടാവും, അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ഇപ്പോൾ HTML എഴുതുകയാണെങ്കിൽ HTML എന്നുള്ള കോഡൊക്കെ എഴുതിയിട്ടായിരിക്കും മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ ഭാഷ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിൻ്റെ ഭാഷ നമുക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇതിനിടയിൽ എന്ത് വേണം, ഒരു ട്രാൻസ്ലേറ്റർ വേണം. അതാണ് എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ എന്തുണ്ട്, ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൻ്റെ ഭാഷ എന്ത് ചെയ്യും, അത് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതെന്ത് ചെയ്യും, ഇവർക്ക് മെഷീൻസ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കും. കമ്പ്യൂട്ടർ തിരിച്ച് ഇങ്ങോട്ട് പറയുന്ന ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, നമുക്കറിയാവുന്ന ഭാഷയിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് തരും. ഇതാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ചെയ്യില്ല. അടുത്ത കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ allows us to transfer data programs from one computer to another. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കാണ്. ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിലെ സെർവർ വേറെ എവിടെ കളിക്കുന്നത്, അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുമ്പിലോട്ട് വരുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന മെസ്സേജ് വേറെ ആൾക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു കമ്പ്യൂട്ടർ വേറെ കമ്പ്യൂട്ടറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസൊക്കെ ആണ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും എന്താണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അത് അനിവാര്യമായ ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. Utility programs are set of programs that help users in maintenance task and perform task of routine nature. യൂട്ടിലിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡേറ്റ്, ടൈം, ഇതൊക്കെ ഡെയിലി മാറിക്കൊണ്ടിരിക്കൂലേ. ഇപ്പം ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് ആണ്, നാളെ കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ നാളത്തെ ഡേറ്റ് ആണ്. പക്ഷെ നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സാധനം ഓഫ് ആവുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. അപ്പോൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആർ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഹെൽപ്പ് യൂസേഴ്സ് ടു സിസ്റ്റം മെയിൻ്റെനൻസ് ടാസ്ക് ഇൻ പെർഫോമിംഗ് ടാസ്ക് ഓഫ് റൂട്ടീൻ നേച്ചർ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഡേറ്റും ടൈമും. ഇപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്ത് ചെയ്ത് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് എല്ലാ പ്ലഗൊക്കെ ഊരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നാളെ ഞാൻ സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാളത്തെ ഡേറ്റിലേക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അവിടെ എന്താണ്, അത് നമ്മൾ ഓഫ്ലൈനിലാണെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് എന്ത് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്ലോക്ക് എന്നുള്ളൊരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാംസിന് പറഞ്ഞ പേരാണ് എന്ത്, യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. അപ്പോൾ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസിന് ഉള്ളത്, ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടോട്ടൽ കൺട്രോൾ ചെയ്യാനുള്ളത്, രണ്ടാമത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ്. എന്ത് ചെയ്യാൻ നമ്മൾ ഭാഷ കമ്പ്യൂട്ടറിനുള്ള ഭാഷ നമുക്കറിയില്ല. അപ്പോൾ തമ്മിൽ എന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് എന്ത് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആണ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ ആ ടാസ്ക് എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തെടുക്കും. ഇതാണ് എന്ത് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളത്? ഇപ്പോൾ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞു എന്താണെന്നുള്ളത്. ഇനി അടുത്തത് എന്താണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളത്. വാട്ട് ഈസ് ആൻ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? An application software is a program that does real work for the user. It is mostly created to perform a specific task for a user. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ടാലി എന്നുള്ള ഒരു എക്സാമ്പിൾ വെക്കുകയാണെങ്കിൽ അപ്പോൾ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് എന്ത്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാലി എന്തിനാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ടാലി ഫെമിലിയർ ആവും. ടാലി എന്തിനാ, അക്കൗണ്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് എന്ത്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് ഒരു പർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ യൂസറിന് ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പോൾ എക്സാമ്പിളോട് ഒന്ന് ടാലി പറഞ്ഞു. രണ്ടാമത്തത് പവർ പോയിൻ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് പവർ പോയിൻ്റ് യൂസ് ചെയ്യുന്നത്. എക്സൽ കണ്ടുണ്ടാവും. എക്സൽ എന്താണ്,
കാൽക്കുലേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സൽ യൂസ് ചെയ്യുന്നത്. വേർഡ് കേട്ടിട്ടുണ്ടാവും, വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ് എന്തിനാണ് നമ്മൾ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ലെറ്റർ ഫോർമാറ്റിൽ ടൈപ്പ് ഇതൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് അപ്പോൾ ജസ്റ്റ് നോക്കാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആക്ട് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ എൻഡ് യൂസർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇറ്റ് ഓൾസോ നോൺ ആസ് ആപ്ലിക്കേഷൻ പാക്കേജ്. അതായത് ഒരു മീഡിയേറ്ററാണ് മീഡിയേറ്ററാണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറും യൂസറും തമ്മിലുള്ള ഇടയിലുള്ള ഒരു മീഡിയേറ്ററാണ് ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ടാലി നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ, ഒരു ഇതുണ്ടാവും സോഫ്റ്റ്വെയറിന്. അതിൽ നിങ്ങളെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ വിടും ആ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ആ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് ടാലിയിലോട്ട് പാസ് ചെയ്യും. അപ്പോഴാണ് ടാലി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് പാസ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു ഇന്റർമീഡിയേറ്ററാണ്. This type of software is written using high level language like C, Java, VB. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എപ്പോഴും റിട്ടേൺ ചെയ്യൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിൻ്റെ എക്സാമ്പിളാണ് ജാവ, സി, വെബ് എന്നൊക്കെയുള്ളതൊക്കെ. You can also install multiple application software on a device. You can store this kind of software on CDs and you. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ എന്ത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫോട്ടോഷോപ്പ് ചെയ്യുക, പേജ് മേക്കർ ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് വേണമെങ്കിൽ CD-യിലോ DVD-യിലോ ഫ്ലാഷ് ഡ്രൈവിലോ നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ പറയുന്നത്. ഫസ്റ്റ് വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇറ്റ് മേക്സ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഫോർ ക്രിയേറ്റിംഗ്, മോഡിഫൈങ്, വ്യൂയിങ്, സ്റ്റോറിങ്, പ്രിൻറ്റിങ് ഡോക്യുമെൻറ്റ്സ്. ഒരു ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാനോ, മോഡിഫൈ ചെയ്യാനോ, വ്യൂ ചെയ്യാനോ, സ്റ്റോർ ചെയ്യാനോ, പ്രിൻറ്റ് ചെയ്യാനൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. പിന്നെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. Spreadsheet software is a numeric data analysis tool that allows to create computerized ledger. ഒരു ലെഡ്ജർ, ഇപ്പോൾ ഒരു അറ്റൻഡൻസിൻ്റെ ലെഡ്ജർ ആയാലും ഒരു അക്കൗണ്ട്സിൻ്റെ ലെഡ്ജർ ആണെങ്കിലും എന്ത് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ഈ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. മൂന്നാമത്തെ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ദാറ്റ് ഈസ് സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് അക്കോർഡിംഗ് ടു യൂസർ ഡിമാൻഡ്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ഡാറ്റാബേസിൽ ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. കാരണം ബാങ്കിൽ ഒരുപാട് ഡാറ്റ, അതായത് ഈ അക്കൗണ്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ബാങ്കിൽ പോയി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ ജസ്റ്റ് ഇത്ര എമൗണ്ട് വിഡ്രോ ചെയ്ത് എൻട്രി അടിക്കുള്ളൂ. അത് ഓട്ടോമാറ്റിക് അവർ ഇതിൽ പോയിട്ട് പേടിഎമ്മിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ പോയിട്ട് അത് കുറയും അല്ലേ. അപ്പോൾ അങ്ങനത്തേതാണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് ബാങ്കിൽ യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. കാരണം അവിടെ യൂസറിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിരുന്നത്. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ 3000 എൻട്രി അടിക്കുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് കുറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ഓപ്പറേഷൻ നടക്കുന്നത്, ഡാറ്റാബേസുമായിട്ടുള്ള ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ്വെയർസിന് പറഞ്ഞ പേരാണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർസ്. പിന്നെ പറഞ്ഞതാണ് ഗ്രാഫിക് സോഫ്റ്റ്വെയർസ്. ഗ്രാഫിക് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ്, അതായത് വിഷ്വൽ എഫക്ട്സ് ഒക്കെ VFX ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഗ്രാഫിക് സോഫ്റ്റ്വെയർ. പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബൈജൂസ് ആപ്പ് ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഫെമിലിയർ ആയിരിക്കും എന്താണ് ബൈജൂസ് ആപ്പ് എന്നുള്ളത്. അപ്പോൾ ബൈജൂസ് ആപ്പ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ടൂളാണ്. അങ്ങനത്തെ സോഫ്റ്റ്വെയർസിന് പറയുന്നത് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ. മൂന്നാമത്തെ എൻ്റർടൈൻമെൻറ്റ് സോഫ്റ്റ്വെയർ. യൂട്യൂബ് പറയാം, അതേപോലെ ഗെയിമൊക്കെ കളിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ കമ്പ്യൂട്ടറിൽ ഡിഫോൾട്ടായിട്ട് ചെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോം മോർ സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ലൈക്ക് വേർഡ് പ്രോസസ്സിങ്, സ്പ്രെഡ്ഷീറ്റ്, ഇമെയിൽ, ഫോട്ടോ എഡിറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും
ചെയ്യാൻ പറ്റും. ഇറ്റ് നീഡ് മോർ സ്റ്റോറേജ് സ്പേസ് ആസ് ഇറ്റ് ഈസ് ബിഗർ ഇൻ സൈസ്. കാരണം അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ആ സോഫ്റ്റ്വെയർ ഒരു ഫോട്ടോഷോപ്പൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം എന്ത് വേണം, സൈസ് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസി ടു ഡിസൈൻ ആൻഡ് മോർ ഇൻ്ററാക്റ്റീവ് ഫോർ ദ യൂസർ. എന്താണ് ഡിസൈൻ ചെയ്യാൻ ഈസിയാണ്, പിന്നെ എന്താണ് ഇൻ്ററാക്റ്റീവ് ഫോർ ദ യൂസറിന് കുറച്ചും കൂടി എളുപ്പമാക്കി തരും. ഇപ്പോൾ ടാലിയൊക്കെ ആണെങ്കിൽ കുറേ ടൂൾസൊക്കെ ഉണ്ടാവും അല്ലേ. ഒരു എക്സാമ്പിൾ ഫോട്ടോഷോപ്പ് പറയുകയാണെങ്കിൽ ക്രോപ്പ് ചെയ്യാനൊരു ടൂൾ ഉണ്ടാവും. അതുപോലെ അപ്പോൾ യൂസറിനോട് എന്താണ് ഇൻ്ററാക്റ്റീവ് ആവാൻ എളുപ്പമാണ്. ജനറൽ റിട്ടേൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജിലായിരിക്കും റിട്ടേൺ ചെയ്യുക. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തത് ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർസും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് തമ്മിൽ ഡിഫറൻസാണ് പറയുന്നത്. ദേ ആർ ഡിസൈൻ ടു മാനേജ്, ജസ്റ്റ് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. ദേ ആർ ഡിസൈൻ ടു മാനേജ് ദ റിസോഴ്സസ് ഓഫ് ദ സിസ്റ്റം ലൈക്ക് മെമ്മറി ആൻഡ് പ്രോസസ് മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി എക്സെട്ര. ഇത് ഡിസൈൻ ചെയ്തുകൊണ്ട് എന്തിനാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോഷോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വീഡിയോ കട്ട് ചെയ്ത് എടുക്കാൻ വീഡിയോ മേക്കർ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ലോ ലെവൽ ലാംഗ്വേജ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇപ്പോൾ എന്തായിരിക്കും ലോ ലെവൽ ലാംഗ്വേജിലേക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എപ്പോഴും എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജിലേക്കും എഴുതിയിട്ടുണ്ടാവുക. സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് റണ്ണിങ് വെൻ ദ സിസ്റ്റം ഈസ് പവേർഡ് ഓൺ ആൻഡ് റൺസ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ നമ്മൾ CPU-ൻ്റെ പവർ ഓൺ ആക്കിയാൽ സ്റ്റാർട്ട് ചെയ്യും, CPU-ൻ്റെ പവർ ഓഫ് ആക്കിയാൽ അതവിടെ നിൽക്കും. പക്ഷേ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ എന്ത് ചെയ്യണം, അപ്ലിക്കേഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ എപ്പോഴാണ് ക്ലോസ് ബട്ടൺ അമർത്തുന്നത് അപ്പോഴേ എന്താണുള്ളത് അത് ക്ലോസ് ആവുള്ളൂ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ്, ഒരു സ്പെസിഫിക് പർപ്പസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു പർപ്പസ്. ഞാൻ പറയാം ഫോട്ടോഷോപ്പ് എന്തിനാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുക, അങ്ങനെ സ്പെസിഫിക് പർപ്പസസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് പാക്കേജ് പെർഫോം ഓർ കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം. അതായത് ഇതിപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കേജാണ്. ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പാക്കേജ് ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവറാ അല്ലെങ്കിൽ ക്ലയൻറ്റ് റിക്വസ്റ്റാ, ടൈം ഷെയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി. ഇൻസ്റ്റാൾഡ് ഓൺ ദ കമ്പ്യൂട്ടർ സിസ്റ്റം അറ്റ് ദ ടൈം വെൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ഇൻസ്റ്റാൾഡ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താവും, ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എല്ലാം എന്താ ഇൻസ്റ്റാൾ ആവും. പക്ഷേ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലയൻറ്റ് തന്നെ എന്ത് ചെയ്യണം, മുൻകൈ എടുത്തിട്ട് ഓരോന്നും ചെയ്യണം. ഇപ്പോൾ ടാലി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യണം, ടാലി ഇൻസ്റ്റാൾ ചെയ്യണം. ഫോട്ടോഷോപ്പ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോട്ടോഷോപ്പ് കൊണ്ടിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. കാപ്പബിൾ ഓഫ് റണ്ണിങ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ വേറെ ഒരു ഇതൊന്നും ഇല്ലാണ്ട് ഹെൽപ്പില്ലാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, റണ്ണാവും. പക്ഷേ ഇപ്പോൾ മറ്റേ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ടാലി ഇപ്പോൾ എന്തെങ്കിലും അക്കൗണ്ട്സൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ പോയി ക്രിയേറ്റ് ചെയ്യണം. അത് ഓട്ടോമാറ്റിക് ആവില്ല. പക്ഷേ സിസ്റ്റം സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആവും. കാരണം നമ്മൾ CPU ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെസ്ക് ടോപ്പ് ആ ചിത്രം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. യൂസേഴ്സ് നെവർ ഇൻ്ററാക്ട് വിത്ത് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ആസ് ഇറ്റ് ഈസ് ഫങ്ഷൻസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. യൂസർ എന്തില്ല, ഡയറക്റ്റായിട്ട് എന്തില്ല, ഇത് ഇൻ്ററാക്ട് ചെയ്യില്ല സിസ്റ്റം സോഫ്റ്റ്വെയർസിനായിട്ട്. പക്ഷേ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായിട്ട് യൂസർ എന്ത് ചെയ്യും, ഇൻ്ററാക്ട് ചെയ്യും. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എപ്പോഴും ഇൻ്ററാക്ട് ചെയ്യൽ ഹാർഡ്വെയർസിനോട്ടായിരിക്കും, അല്ലെങ്കിൽ മോണിറ്റർ, കീബോർഡ്, CPU, പ്രിൻ്റർ, മെമ്മറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യല് കേബിൾ പറഞ്ഞു. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ നമുക്ക് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യും, സിസ്റ്റം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. കാരണം ഒരു മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് തന്നെ ആ സിസ്റ്റം വർക്കാവും. പക്ഷേ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേണമെങ്കിൽ അതിന് മുമ്പ് എന്ത് വേണം, അതിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ പറ്റുള്ളൂ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എ ക്രൂഷ്യൽ ഫോർ ദ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് എ സിസ്റ്റം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ വർക്കിങ്ങിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളെന്താണ് ഒരു പർട്ടിക്കുലർ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആവശ്യമുള്ളൂ. അപ്പോൾ അടുത്ത പറയുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജസ് കമ്പ്യൂട്ടേഴ്സ്, ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും അതുപോലെ സോഫ്റ്റ്വെയർ റിസോഴ്സസും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്,
ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് കോമൺ സർവീസസ് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് OS ആക്ട് എ ലിങ്ക് ബിറ്റ്വീൻ ദ സോഫ്റ്റ്വെയർ ആൻഡ് ദ ഹാർഡ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഒരു കോർ പാർട്ടാണ്. അതുപോലെ കോമൺ സർവീസ്, അതായത് കോമൺ ആയിട്ടുള്ള എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് എന്താണ്? ബിറ്റ്വീൻ ദ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അത് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എന്നുള്ള എന്താണ്? ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പ്രിൻ്റർ എന്താണ്? ഒരു ഹാർഡ്വെയർ ആണ്. ഈ പ്രിൻ്ററിനെയും നമ്മൾ പ്രിൻ്റ് കൊടുത്ത പ്രിൻ്ററിൽ വന്നിട്ട് പ്രിൻ്റ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രിൻ്ററിനെയും ഈ ഡോക്യുമെൻറ്റിനെയും തമ്മിൽ യോജിപ്പിക്കുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതാ പറഞ്ഞത് OS ആക്ട് ലൈക്ക് ആസ് എ between the software and the hardware. It controls and keeps a record of the execution of all other programs that are present in the computer, including application programs and other system software. അത് OS ആണ് എന്ത്? എല്ലാ ആ കമ്പ്യൂട്ടറിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് അപ്ലിക്കേഷൻ പ്രോഗ്രാം ആയാലും വേറെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആയാലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ വേറെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഡിവൈസ് ഡ്രൈവേഴ്സ് ഞാൻ പറഞ്ഞു അല്ലേ? ഡിവൈസ് ഡ്രൈവേഴ്സ് എന്താണ്? ഒരു ഡിവൈസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, ഓർ യു ക്യാൻ സേ ദാറ്റ്സ് എ ലൈഫ് ലൈൻ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ത്? സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഒരു സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ ലൈഫ് ലൈൻ. ഇപ്പോൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ, കമ്പ്യൂട്ടറിന് ജീവന് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. വി വിൽ ഇൻസ്റ്റാൾ ദ OS ഓൺ എ കമ്പ്യൂട്ടർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫങ്ഷൻ സ്മൂത്ത്ലി. ഒരു കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു OS ഇൻസ്റ്റാൾ ചെയ്യണം. സപ്പോസ് ഓൾ ദ ഡിവൈസ് ലൈക്ക് കീബോർഡ്, മൗസ്, CPU, monitors are connected and now you think as we switch on the power the computer will start working. അതാണ് പറഞ്ഞത്. എന്തെന്ന് അതൊന്നുമില്ലാണ്ട് ജസ്റ്റ് ഒരു പ്ലഗ് നമ്മൾ ആ പവർ ബട്ടൺ മാത്രം ഒന്ന് ഓൺ ആക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഓണായി വരുന്നുണ്ടല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ആണ്. ദിസ് ഈസ് നോട്ട് പോസിബിൾ ആൻഡ് വി ഇൻസ്റ്റാൾ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ഇറ്റ്. അതായത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്തെന്ന് ഈ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ വർക്ക് ആവണമെങ്കിൽ എന്ത് വേണം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അഡ്വാൻറ്റേജസാണ് പറഞ്ഞിട്ട് അലോക്കേറ്റ് റിസോഴ്സസ് ടു ഈച്ച് ടാസ്ക്. അതായത് ഇപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കാൻ നമ്മൾ ഒരു ഡോക്യുമെൻറ്റിൽ പ്രിൻ്റ് കൊടുക്കണമെങ്കിൽ പ്രിൻ്റ് വേണമല്ലേ? അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തൊക്കെ അത് പ്രിൻ്റ് കൊടുക്കണം. അപ്പോൾ പ്രിൻ്റർ കണക്റ്റ് ആവണം. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ ഡോക്യുമെൻ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? OSനോട് പറയും എനിക്ക് പ്രിൻ്റർ വേണം. അപ്പോൾ OS എന്ത് ചെയ്യും? അവിടെ നിന്നുള്ള പ്രിൻ്ററിൻ്റെ ആക്സസ് നോക്കും. ഇപ്പോൾ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ നോക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രിൻ്റർ ബുക്ക് ചെയ്തിടും. അപ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് പറയും ഡോക്യുമെൻറ്റിനോട് പറയും എന്തെന്ന് പ്രിൻ്റ് ചെയ്തെന്ന് പറയും. അപ്പോൾ ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ OS എന്ത് ചെയ്യും? ആ സാധനം എടുത്തിട്ട് പ്രിൻ്ററിലോട്ട് പാസ് ചെയ്യും. പ്രിൻ്റർ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്തോളും. ഇറ്റ് വിൽ കീപ് ദ ഓൾ ഹാർഡ്വെയർസ് പാർട്ട് ഓഫ് ദ സിസ്റ്റം ഇൻ എ റെഡി സ്റ്റേറ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ യൂസർ. അതായത് OS എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹാർഡ്വെയർസിനോട് എന്ത് ചെയ്യും? റെഡി സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ പ്രിൻ്റർ വേറെ ഒരാൾ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ക്യൂവിൽ വെക്കും. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് OSനോട് പറയും. അപ്പോൾ OS പറയാം OS നമുക്ക് കാണിച്ചു തരും ഒരു ക്യൂ നടക്കേണ്ടത് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്താണ്? എല്ലാ ഹാർഡ്വെയർസിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന എന്താണ്? സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ അതിലൊരു ഡിവൈസ് ഡ്രൈവേഴ്സാണ്. അത് നേരത്തെ പറഞ്ഞുതരാം. ഇത് ഷെഡ്യൂൾസ് ദ മൾട്ടിപ്പിൾ ടാസ്ക് ബൈ പ്രയോറിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ 5-6 പേജ് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒരു പേജ് പ്രിൻറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പേജ് പ്രിൻ്റ് ആവുള്ളൂ, പിന്നെ മൂന്നാമത്തെ പേജ് പ്രിൻ്റ് ആവുള്ളൂ. അപ്പോൾ എന്താണ്? ആ മൾട്ടിപ്പിൾ ടാസ്കിന് എന്ത് ചെയ്യും? ഒന്നിൽ കൂടുതൽ ടാസ്ക് ഒരേ സമയം കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ഒരു ഷെഡ്യൂളിലാകും. ആദ്യം ഏതാണ് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെക്കൻഡ് അടുത്ത കംപ്ലീറ്റ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? മൂന്നാമത്തെ കംപ്ലീറ്റ് ചെയ്യും, പിന്നെ നാലാമത്തെ കംപ്ലീറ്റ് ചെയ്യും. അതാണ് പറയുന്നത്. ഇറ്റ് കൺട്രോൾസ് ദ ഇംപ്രോപ്പർ യൂസ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഇറ്റ് കൺട്രോൾസ് ഇംപ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും സ്റ്റക്കാവേ അങ്ങനെയല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ കൺട്രോൾസൊക്കെ എന്ത് ചെയ്യും? ആ സിസ്റ്റം നിങ്ങളിപ്പോൾ ആപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്തെന്ന് ഈ മൊബൈൽ ഫോണിൽ എന്തുണ്ട് ഒരു OS ഉണ്ട് കിട്ടുക. ആൻഡ്രോയിഡിൽ നിന്നുള്ളൊരു OS ആയതുകൊണ്ടാണ് ആ ഡിവൈസ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോപ്പ് ഇടുന്നൊക്കെ എഴുതി കാണിക്കണമെങ്കിൽ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്താണ്?
അതിനെന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിന്ന് പോകണം. അപ്പോൾ ആ ഓട്ടോമാറ്റിക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് മനസ്സിലാവും, ഇതിങ്ങനെ നിന്നിട്ട് മനസ്സിലാവും. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് മെസ്സേജ് വരും, അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോപ്പ് എന്ന് എന്ത് കാണിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇംപ്രോപ്പർ യൂസ് ഓഫ് ദ അതായത് അതായത് ഒരു കംപ്ലൈൻ്റ് ഉള്ള ഒരു ആക്ഷൻ ആണെങ്കിൽ ആ ആക്ഷൻ എന്ത് നിർത്താനുള്ള കഴിവ് ആർക്കുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുണ്ട്. ഇറ്റ് സെറ്റ് ദ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ഡിവൈസസ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്, സ്കാനറിൽ ഒരു ഇമേജ് സ്കാൻ ചെയ്ത് ഞാൻ, എന്നിട്ട് പ്രിൻ്ററിൽ ഞാൻ എന്താണ് അത് പ്രിൻ്റ് എടുത്ത്. അപ്പോൾ ഈ രണ്ട് സ്കാനറും പ്രിൻ്ററും തമ്മിൽ എന്തുണ്ട്, ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്, ഒരു കോർഡിനേഷൻ ഉണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇറ്റ് എനേബിൾസ് ദ കമ്പ്യൂട്ടർ ടു ആക്സസ് നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധാരണ നമ്മൾ നെറ്റ്വർക്ക് കേബിൾ പ്ലഗ് ഇൻ ചെയ്യില്ല, അതാണ് സംഭവം. അതായത് ഇൻ്റർനെറ്റിലോട്ട് നമുക്കുള്ള ആക്സസ് വരെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. ഇറ്റ് മാനേജസ് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ റിസോഴ്സ് സച്ച് എസ് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ എക്സെട്ര. അതായത് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട് ഹാർഡ്വെയറും ഉണ്ട്. ഇറ്റ് കൺട്രോൾ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഓൺ ദ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ കീബോർഡിലോട്ട് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതാക്കുന്നത്, അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് വരുന്നതൊക്കെ എന്തുണ്ട്, കൺട്രോൾ ആരാ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇറ്റ് ഡിറ്റക്ട്സ്, ഇൻസ്റ്റാൾസ് ആൻഡ് ട്രബിൾ ഷൂട്ട് ഡിവൈസസ്. അതായത് എന്തെങ്കിലും ഞാൻ നേരത്തെ പോലെ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോപ്പ് എന്നൊക്കെ കാണിക്കില്ലേ, അതേപോലെ എന്ത് ചെയ്യും, ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വല്ല കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് അന്നേരം അത് കാണിക്കും, എറർ മെസ്സേജ് കാണിക്കും. അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ട് ഓണാക്കി വരുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കാണിക്കും. അപ്പോൾ ഇത്രയാണ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. പിന്നുള്ളത് മിഡിൽ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, മെഷീൻ ലാംഗ്വേജ് ഉണ്ട്. മിഡിൽ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലോ ലെവൽ ലാംഗ്വേജ്. നമ്മൾ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കൽ മിഡിൽ ലെവൽ ലാംഗ്വേജ് വെച്ചിട്ടാണ്. നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കൽ ഹൈ ലെവൽ ലാംഗ്വേജ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യും, അതിൻ്റെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അതേപോലെ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ നിന്ന് വല്ല ഇൻഫോർമേഷൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, അതിനെന്ത് ചെയ്യും, നമ്മളെ ലാംഗ്വേജിലോട്ട് മാറ്റും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് ലാംഗ്വേജ് ത്രൂ യൂസ്, അതായത് C++, PHP, പൈത്തൺ, ഇതൊക്കെയാണ് എന്ത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബൈനറി ലാംഗ്വേജ് ആണ്. 0 1 മാത്രമേ അതിലുണ്ട്. രണ്ട് ആൽഫബറ്റ് അതിലുള്ളൂ, ഒന്ന് 0 ഒന്ന് 1. കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷ ഇതാണ് 0 and 1. വേറെ ഒന്നും എന്തില്ല കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the translators also helps in various tasks like when the code rules are not followed, the diagnostic report, അങ്ങനെയൊക്കെ. It will make both source code and program details. Translator will just നോക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ ഈ ട്രാൻസ്ലേറ്റേഴ്സിന് ഇത് പറയാണ്. ട്രാൻസ്ലേറ്റേഴ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ്, നമ്മൾ കൊടുക്കുന്ന ഭാഷ കമ്പ്യൂട്ടറിന് അറിയില്ല, കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷ നമുക്കറിയില്ല, അല്ലെങ്കിൽ ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഭാഷ കമ്പ്യൂട്ടർ ഭാഷ നമുക്കും മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണെന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഡിവൈസ് ഡ്രൈവേഴ്സ്. Software is a system software that we can use our devices smoothly without any troubleshooting problem. അതായത് ഇപ്പോൾ നമ്മൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേരിടും, പിന്നെ നമ്മൾ ആ പേര് വെച്ചിട്ടായിരിക്കും വിളിക്കല് ഇല്ലേ. അതുപോലെ ഒരു പ്രിൻ്റർ നമ്മളൊരു ഡിവൈസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രിൻ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കമ്പ്യൂട്ടറിൽ ശേഖരിച്ചേക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഇപ്പോൾ ഒരു ഡിവൈസ്, പ്രിൻ്റർ ഒരു ഡിവൈസാണ്. ആ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ എന്താണ് അതിൻ്റെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യണം,
പാസ് ചെയ്യണം കമ്പ്യൂട്ടറിലോട്ട്. എന്നാലേ കമ്പ്യൂട്ടർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഡിവൈസിൻ്റെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് എന്ത് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആ ഡിവൈസിനെ കോൾ ചെയ്തിട്ട് ആ ടാസ്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈസിന് പാസ് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കുറച്ച് പറയുന്ന മൗസ്. ഇതൊന്നും ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഓൾറെഡി മൗസൊക്കെ ഓൾറെഡി എന്താണ് ഇൻബിൽട്ടാണ്. കീബോർഡ്, ടച്ച് പാഡ്, പ്രിൻ്ററിനൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിസ്ക് വരും. ഡിസ്പ്ലേ കാർഡ്, നെറ്റ്വർക്ക് കാർഡ്, ഫങ്ഷൻസ് കീസ്, അതൊക്കെ നോർമൽ ഉള്ളതാണ്. അപ്പോൾ ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടൊരു ഡിവൈസ് നമ്മളെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, OS പാസ് ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്. യൂട്ടിലിറ്റീസ് ഇതെന്ന് പറയാൻ പറഞ്ഞു. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വിച്ച് ആക്ട് ആസ് ഇൻ്റർഫേസ് ബിറ്റ്വീൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദീസ് ആർ ദോസ് പ്രോഗ്രാംസ് വിച്ച് ആർ specially designed for some particular purpose like maintenance of the computer or diagnose any error in the computer. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലോക്ക് എന്നുള്ളതൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ്. പക്ഷെ എന്താണ് ആ ക്ലോക്ക് എന്താണ് OS കണക്ട് ചെയ്തിട്ട് എന്താണ് ടൈം ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ വരുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. പിന്നെ വരുന്നത് വിൻഡോസ് ഫയർവാൾ. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പൊക്കെ ടിക്ടോക്ക് നമ്മളിവിടെയൊക്കെ നിരോധിച്ചില്ലേ, അതെങ്ങനെയാണ് ചൈനയിൽ നിന്ന് വരുന്ന ഒരു ഡാറ്റയാണ്. ആ ചൈനയിൽ വരുന്ന ഡാറ്റയിൽ നമ്മളൊരു ഇത് പണിയാണ്. ഒരു ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ശരിക്കും ഉണ്ടാവില്ല, പക്ഷേ ഡിഫോൾട്ടായിട്ട് എന്താ ഉണ്ടാവും, ഒരു പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ നമ്മൾ വെച്ചിട്ടാണ് നമ്മളെന്ത് ചൈനയിൽ നിന്ന് വരുന്ന ആ ഇൻഫോർമേഷൻ നമ്മളവിടെ തടഞ്ഞു വെച്ച്. അതിനാണ് അതിന് പറഞ്ഞ പേരാണ് ഫയർവാൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്തത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ is a kind of system software which act as an interface between system software and application software. അപ്പോൾ ജസ്റ്റ് നോക്കുക. അടുത്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് പ്രോഗ്രാമേഴ്സ് യൂസ് ടു റൈറ്റ് കോഡ് ആർ കോൾഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിനാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജിനാണ് ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യല്, കമ്പ്യൂട്ടർ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യല്, വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ ഡിസൈൻഡ് ടു ബി ഈസി. അതായത് ഒന്നുമില്ല, ഒരു കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഭാഷ. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജാണ്. ആ ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ, വേറൊരു സോഫ്റ്റ്വെയർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യുക. അതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ BCA പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടാവും എങ്ങനെയൊക്കെ ഒരു ആപ്പൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് എന്താണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ്. കോമൺ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++, ജാവ, പേൾ, PHP, പൈത്തൺ, .NET, C#, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് കിട്ടുക. പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ലാംഗ്വേജ് അല്ല, പക്ഷെ എന്താണ് അതൊരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്. ഓരോ കാര്യങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കി ലെസ് ദാൻ എന്നൊരു സിമ്പിൾ ഉണ്ട് അല്ലേ, ആ ലെസ് ദാൻ എന്നുള്ള കമ്പ്യൂട്ടറിന് മനസ്സിലാവുക ആ ലാംഗ്വേജിൽ എന്താണ് ലെസ് ദാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗ്രേറ്റർ ദാൻ, ഈക്വൽ ആണോ, രണ്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ നോക്കുന്നത് എന്താണ്, എയും ബി രണ്ടും തമ്മിൽ ഈക്വൽ ആണോ നോക്കും. മറ്റേത് എക്സ്ക്ലമേഷൻ ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു. അങ്ങനെ ഓരോന്നിനും ഓരോ സ്പെസിഫിക് മീനിങ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത ഒരു ലാംഗ്വേജാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അത് ഇനി വരും യൂണിറ്റുകളിലുണ്ടാവും, വേർഡ്, പവർ പോയിന്റ്, എക്സൽ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ, അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബേസ് തരാണ്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് എടുത്തത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എന്താണ്, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കാണാൻ പറ്റാത്തൊരു സാധനം. അതെന്താണ്, ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. രണ്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് സ്മൂത്ത്ലി ആയിട്ട് നടന്നു പോകാൻ വേണ്ടിയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉള്ളത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. പക്ഷേ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് എന്തില്ല
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഏറ്റവും മെയിൻ പാർട്ടാണ് എന്ത് OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൊത്തം കൺട്രോൾ, ഒരു കമ്പ്യൂട്ടറിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഫോൺ ആൻഡ്രോയിഡ് ആണല്ലേ, ആ ആൻഡ്രോയിഡിൽ എന്നപ്പോൾ ജെല്ലി ബീൻ അങ്ങനെ ഓരോ വേർഷൻ ഉണ്ടാവും. അതാണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് എന്ത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ പിന്നെ വരുന്നതാണ് എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ മെഷീനിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ മാറ്റുന്നതും കമ്പ്യൂട്ടർ നിങ്ങൾ തിരിച്ച് റെസ്പോൺസ് ചെയ്യുന്ന ആ ഭാഷയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഹ്യൂമൻ റീഡബിളിലോട്ട് മാറ്റുന്നതാണ് എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ചെയ്യുന്നത്. അത് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു പുതിയൊരു ഡിവൈസ് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻസും അതിൻ്റെ അതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സിസ്റ്റം സോഫ്റ്റ്വെയറിലോട്ട് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ഡിവൈസ് ഡ്രൈവേഴ്സ്. പിന്നെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ക്ലോക്കിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസാണ് എന്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ടാലി, വേർഡ്, പവർ പോയിന്റ്, വേർഡ് ഷീറ്റ് അങ്ങനത്തെ ഒക്കെ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മളെ ഡോക്യുമെന്റിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റേതായ ഒരു സിൻടാക്സ് ഉണ്ട്, അതിൻ്റേതായ പറയേണ്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യേണ്ട മെത്തഡോളജി ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. മനസ്സിലായെന്ന് വിചാരിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ പറയാം കേട്ടോ.